പൊന്നു പൊന്നൂസേ പൊന്നൂസേ താടിക്ക് കയ്യും കൊടുത്തിട്ട് ഇരിക്കണം നോക്കിയൊക്കെ പൊന്നാര്. എന്താ റോട്ടിൽ കൂടെ ഓടുന്നെ കേട്ടോ. മറ്റവരൊക്കെ സ്കൂളിലേക്ക് പോയില്ലേ. അപ്പം അമ്മൂരാണെന്ന് വെച്ചാൽ ഒരു ദിവസം പരീക്ഷ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പരീക്ഷ ഉണ്ടാവില്ല. അപ്പം അമ്മു ഉണ്ടാവുമല്ലോ. അപ്പം അവന് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അവന് ദേഷ്യം വന്നിട്ടേ. അപ്പോൾ ഇതാ നമ്മൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോയിട്ടോ. നമ്മുടെ ഇനി പൊന്നു മാത്രമേ ഉള്ളൂ. അപ്പം അവന് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം കളിക്കും ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് ദേഷ്യം വരും. അപ്പോൾ കുറച്ച് നേരം ഫോൺ കൊടുക്കണം നന്നല്ല എന്നറിയാം. കുറച്ച് നേരം കാണിച്ചു കൊടുക്കണതാണ് കേട്ടോ. നമ്മൾ ടി വി എന്താ ഇവരുടെ പരീക്ഷ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടേ. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 മാസം എന്തായാലും സമയം പോക്ക് വേണ്ട. ഇല്ലെങ്കിൽ അവരെന്താ വെച്ചാൽ ഈ വെയിലത്ത് കൂടെ ഇങ്ങനെ കളിക്കും. തുടക്കട്ടെ. പൈപ്പിൽ 2 ദിവസമായിട്ടോ വെള്ളം വന്നിട്ട്. കിണറ്റിൽ വെള്ളം ഉണ്ടാകും കൊണ്ട് ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടോ. നമ്മൾ കുളത്തേക്കൊക്കെ പോകേണ്ടി വന്നു പറഞ്ഞില്ലേ. പ്രാവശ്യം അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടില്ല. അടിക്കൽ കഴിഞ്ഞു. അടിക്കൽ തുടക്കൽ ഇവർ പോയി കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഒന്ന് ചെയ്താലും വൃത്തിയാവുള്ളൂ. എൻ്റെ മുറ്റം കിടക്കണ കാണുമ്പോഴാണ് കേട്ടോ എനിക്ക് സങ്കടം. ഫുള്ള് എന്താ വെച്ചാൽ എത്ര വൃത്തിയായി കിടന്നിരുന്നാണെന്നറിയോ. ചാണകമൊക്കെ തളിച്ച് ഈ 2 ദിവസത്തെ മഴയിൽ ഒക്കെ പോയി. ഇനി വിശ്വസിക്കാൻ പറ്റില്ല ഇനി എപ്പോഴാണ് മഴ പെയ്യുക എന്നൊന്നും. അപ്പോൾ പട്ടയൊക്കെ ഉണ്ട് വെട്ടി വയ്ക്കാൻ. ഇനി മഴയുമ്പോഴേക്കും ഓരോന്ന് നമ്മൾ ചെയ്ത് വയ്ക്കണ്ടേ. കുറേ പട്ട കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. തുടയ്ക്കട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ. കുറച്ച് ഈ മൂക്കുത്തിയിൽ കുറച്ച് എന്ന് പറയുന്നത് ഈ മൂക്ക് വേദനിക്കുന്നുണ്ട്. നമ്മൾ എന്താ ഉപ്പുവെള്ളവും ചൂടുവെള്ളവും ഒക്കെ ഇതാക്കി ചിലവർക്ക് ഇങ്ങനെ പഴുക്കുമെന്ന് പറയുമ്പോൾ എനിക്കൊരു പേടി. കുത്തുകയും ചെയ്ത് നീ മൂക്ക് പഴുക്കുകയും ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ നീരൊക്കെ കുറച്ച് കമ്മിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. കണ്ട അത് ചെറിയ ഇതിവിടെ ഇങ്ങനെ പൂന്തി പോയ പോലെ. പിന്നെ അത് മാറ്റണം. ഇന്ന് മാറ്റാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. എന്താ സ്വർണത്തിനൊക്കെ ഒരു വില നോക്കി വെക്കില്ലേ. നമ്മളൊക്കെ സ്വർണം കൊടുക്കുമ്പോഴേ വെറുതെ കൊടുക്കണ പോലെ കൊടുത്തു കേട്ടോ. അന്നൊക്കെ സ്വർണത്തിന് വില ഇല്ലാണ്ട്. ഇന്നൊക്കെ ഇപ്പോൾ ആ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് പണിയൊക്കെ എവിടെ എത്തി. വീട് പണി കഴിഞ്ഞ് നമ്മൾ കയറി താമസം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വെറുതെ കൊടുക്കണ പോലെ ഇങ്ങനെ കൂടുന്ന ഇപ്പോൾ ആരെങ്കിലും അറിഞ്ഞോലെ. ഇപ്പോൾ 65ൻ്റെ മുകളിലായില്ലേ സ്വർണത്തിന് വില. ഇനി വീട് പണിയൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ സുഖമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടക്കും. പക്ഷേ എല്ലാവരും നമ്മളെപ്പോലുള്ളവർ ചെയ്യുക എന്താണെന്നറിയോ, കൊണ്ടുപോയി പണയം വെക്കും. പണയം വെച്ച് അതിൻ്റെ പലിശ കെട്ടി ഏതെങ്കിലും കാലത്ത് എടുക്കുക. ഒരു സ്വർണം വാങ്ങേണ്ട പൈസ ഞങ്ങളിപ്പോൾ ഒരു സ്വർണ്ണങ്ങൾ വാങ്ങേണ്ട പൈസ ഞങ്ങൾ പലിശ കെട്ടി ഇതായിരിക്കണം കേട്ടോ. ശരിക്കും നമ്മുടെ വീട്ടിലേയും ഫ്രിഡ്ജ് വാങ്ങിയത് എന്തിനാന്ന് ചില സമയത്ത് തോന്നിപ്പോകാറുണ്ട് കേട്ടോ. ആകെ പാല് വെക്കാൻ. ഇപ്പോൾ നമ്മൾ പാല് വാങ്ങിയിട്ട് അങ്ങനെ വെക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. പച്ചക്കറിയൊക്കെ കണ്ടോ ഇവിടെ തന്നെ വെക്കുള്ളൂ. 2 ദിവസം ആകുമ്പോഴേക്കും പച്ചക്കറിയൊക്കെ ചുങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് കേട് വരുള്ളൂ. പിന്നെ നമ്മൾ വേഗം പച്ചക്കറി എടുക്കണോ ഇങ്ങനെ എടുത്ത് വെക്കിട്ടോ. അതെടുത്ത് മാറ്റി വെച്ചിട്ടില്ല, ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പരത്തിയിട്ടതാണ് കേട്ടോ പച്ചക്കറി അവിടെ. അപ്പോൾ അതിൻ്റെ മുരിങ്ങക്കായും ഒക്കെ ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇന്നലെ വൈകുന്നേരത്ത് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചാക്കിൽ തന്നെ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ചിലതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അളിഞ്ഞൂലേ. തക്കാളി ഭയങ്കര പ്രശ്നമാണ്. ഈ അടിയിൽ ഒരു കവറിൽ തന്നെ ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ തക്കാളി പൊട്ടിയിട്ടുണ്ടാവും. ഒരു ദിവസം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചില്ല. പിറ്റേ ദിവസം ഫ്രിഡ്ജിക്ക് എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് കവറിൽ കെട്ടിയിട്ട് അയ്യോ ചാക്കിൽ ഫുള്ള് അളിഞ്ഞ് കേട് വന്നില്ലേ. അപ്പം അങ്ങനെ പരത്തിയിടും കേട്ടോ. ഇനി സാമ്പാർ വെക്കണം നമുക്ക്. ഞാൻ പിന്നെ കോങ്ങാട് പോയപ്പോൾ പുളി വാങ്ങിട്ടോ. നമ്മൾ കുരു കുത്തിയ പുളിയാണ്. 3 കിലോ കുരു കുത്തിയ പുളി വാങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരേ. കണ്ടോ 3 കിലോ കുരു കുത്തിയ പുളി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഇതിനി ഒന്ന് ഒന്നും കൂടി വെച്ചിട്ട് ഇനി നമ്മൾക്ക് മൺപാത്രത്തിലാക്കിയിട്ട് അടച്ച് വയ്ക്കണേ. പിന്നെ
കുരു കുത്താത്ത പുളി കുരു കുത്താത്ത പുളി ഒരു 10 കിലോ വാങ്ങണം. അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പുളി വേണം. കാരണം ഞങ്ങൾ എന്താ എന്താ കുരു കുത്താത്തത് നമ്മളൊരു 10 കിലോ വാങ്ങി വയ്ക്കും കേട്ടോ. 10 കിലോ വാങ്ങിയിട്ട് ഇനി അത് കുരു കളഞ്ഞ് വെക്കണം. 4 നമുക്ക് പിന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ കറി വയ്ക്കുമ്പോൾ പുളിപ്പ് കുറച്ച് പുളി ഉള്ളതാണ്. നമുക്കൊരു 10 കിലോ ഒക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നടക്കും. പിന്നെ മീൻ പുളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീൻ പുളിയൊക്കെ വയ്ക്കുമല്ലോ. പിന്നെ മുളക് വറുത്ത പുളി, അപ്പോൾ അതൊക്കെ വയ്ക്കുമ്പോൾ പുളി ഇല്ലാതെ പറ്റില്ല. പിന്നെ ഇങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞിരുന്നു കുറച്ച് കൂടുതൽ പുളി ഉണ്ടെങ്കിൽ വാങ്ങി വയ്ക്കി അങ്ങോട്ട് കൊണ്ടുപോകാനാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അമ്മ വന്നിട്ട് നേരെ വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. കുരു കുത്താത്ത പുളിയില്ലേ, അതുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. കുത്താനൊക്കെ സുഖമാണ്. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഒരു ചുറ്റിക എടുത്തിട്ട് ഇങ്ങനെ 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 മേടി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞില്ലടി. സുകന്യ പാത്രം കഴുകണവിടെയൊക്കെ അടിച്ചു വിടുമായിരുന്നു കേട്ടോ. രാവിലെ വൈകുന്നേരം രാത്രി കഴുകി വെച്ചതും കൊണ്ട് രാവിലെ കുറച്ച് പാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികൾ കഴിച്ചതും ഒക്കെ പാടയിട്ട്. അപ്പോൾ പിന്നെ അവൾ രാവിലെ അത് കഴുകും, അവിടെ കൊട്ടത്തളം കഴുകുമ്പോഴേക്കും ഞാൻ അടിച്ചു വരും തുടക്കും കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പണികൾ കഴിയുമല്ലോ. സുഗന്യക്ക് മുട്ടല്ലേ ഇങ്ങനെ റോസ്റ്റ് ഇഷ്ടം കേട്ടോ. ഇപ്പം ഒന്ന് നോക്കുമ്പോൾ ചോറിന് മോരുണ്ട്, മുള്ളമീനില്ലേ ഉണക്കമുള്ളമീൻ വറുത്തതുണ്ട്. അവൾക്കപ്പം അത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടാ. ഈ സാമ്പാർ വെക്കണം. ഞങ്ങൾ പുഞ്ചപ്പാടം പോവുകയാണ് കേട്ടോ. വേഗം അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ വേഗം പോവാമല്ലോ എന്ന് വിചാരിച്ച് ചുക്കുവെള്ളത്തിന് അടുപ്പത്ത് വെള്ളം കടന്ന് വെള്ളത്തിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേഗം വയ്ക്കുക. 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പോകണം. അപ്പോൾ വേഗം അടുക്കളയത്തെ കഴിഞ്ഞാലല്ലേ. പിന്നെ മുള്ളമീൻ വറുത്തതുള്ളത് കൊണ്ട് പിന്നെ ഉപ്പേരി വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ മാങ്ങുപ്പിലിട്ടതുണ്ട്. ഇവിടെ ആകെ കാണാതെ വീണതാണ് കത്തി. എപ്പോൾ നോക്കിയാലും കത്തി കാണില്ല. കത്തിക്ക് തരണ നമ്മൾ ദേഷ്യം വരും. ഉള്ളിയും തക്കാളിയും വെറുതെ വാട്ടിയാലും എല്ലാവർക്കും അവൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ മുട്ട രാവിലെ ഓരോന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേ കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിൻ്റെ ബാക്കി ഞങ്ങൾക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഉള്ളി സുകന്യ പൊന്നൂസിൻ്റെ അടുത്താട്ടോ. അപ്പോൾ അവൾ വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാം. രാവിലെ മക്കൾക്ക് കോളിഫ്ലവർ വറുത്ത് കൊടുത്തു. പിന്നെ അമ്മൂട്ടിക്ക് ഒരു കോഴിമുട്ടയും കൂടി പൊരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വേണമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഒരു കോഴിമുട്ടയും കൂടി പൊരിച്ചിട്ട് അവർ പോയി. അച്ചുട്ടിക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് പരീക്ഷ. പക്ഷേ അച്ചു രാവിലെ തന്നെ പോകും കേട്ടോ. രാവിലെ പോവും. അവിടെ ഇരുന്ന് പഠിക്കുമ്പോഴേ എന്താ വെച്ചാൽ ബഹളം കാരണം പഠിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട്. പിന്നെ കിച്ചുട്ട ഉച്ചയ്ക്ക് വരും. നാളെ മുതൽ കുഞ്ഞനും പരീക്ഷ തുടങ്ങും. അപ്പോൾ വൈകുന്നേരത്തെ നമുക്ക് പരീക്ഷ കഴിയണ വരെ നേരത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പരീക്ഷ നമ്മളെന്താ വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ അവരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ വന്നെത്തി നോക്കുകയുള്ളൂ. അവർക്കൊന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തേ. ബാക്കി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാത്റൂം കഴുകാണ്ട്. പിന്നെ നമ്മൾ കുറേ ദിവസമായി ഫ്രിഡ്ജൊന്ന് കഴുകിയിട്ട് അപ്പം അതൊന്ന് കഴുകണം. ഒരു 11-11:15 കഴിയുമ്പോഴേക്കും നമ്മൾ പുറത്തത്തെ എല്ലാ പണികളും കഴിഞ്ഞ് വെച്ചാൽ സമാധാനമാണ് കേട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാരണം നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. എന്തൊരു ചൂടാ വെച്ചിട്ടാ, നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കുറച്ച് ചിക്കൻ മസാല, ഉള്ളിയും തക്കാളി മാട്ടാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ അല്ലേ. ഉപ്പ്. സുകന്യേ വന്നോ, കഴിച്ചോ? അവൾ വായോ, അവൾ വരുമ്പോഴേക്കും ആക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കി ഞാൻ പുറത്തേ
വെള്ളം കണ്ടോ തുറന്നു വെച്ചിട്ടാണ് പൊന്നൂസ് ഇട്ട് കളിപ്പിക്കണ്ട കേട്ടാ നല്ല രീതിയിൽ. ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സാഹചര്യം കൊണ്ട് പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആവട്ടെ പറഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ പോവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് മുട്ട ഇതുപോലെ കറി ഉണ്ടാക്കട്ടാ. നമ്മൾ അങ്ങനെ ഇതായിട്ട് പറയില്ല, കുട്ടികളല്ലേ അവർ, ചെറിയവരാകുമ്പോൾ അവർ ആദ്യം കഴിക്കും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെയും വേണ്ടി വരും. അപ്പം എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറ്റി നാളെ ആവട്ടെ മറ്റന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യാം. അടിപൊളിയാവട്ടാ. രാവിലെ കണ്ട വെള്ളച്ചോറാണ് കേട്ടോ, പഴങ്കഞ്ഞി, തൈര്, പച്ചമുളക് വേണ്ടോ, ഉണക്കമുള്ളൻ, പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിയത് കേട്ടോ. ഈ ചൂട് സമയത്ത് ഇപ്പോൾ രാവിലെ അങ്ങനെ കഞ്ഞി കഴിക്കൽ കമ്മിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ തടി ഇങ്ങനെ, പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളച്ചോറ് ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ ഇങ്ങനെ കഴിക്കാനൊരു പൂതി വരും കേട്ടോ. അടിപൊളി. ഇതിനൊരു ഇനി ഒന്നും വേണ്ട, ഇങ്ങനെ തൈരും മുളകും ഉപ്പും പാടെ മാത്രം ഞെരടിയിട്ടാണ് വെച്ചാലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റില്ല. വായക്കൂടെ വെള്ളം വേണോ? ഞാൻ കഴിക്കട്ടെ. മുരിങ്ങക്കായ്, വെണ്ടയ്ക്കയും ഒരു വഴുതനങ്ങ ഉള്ളിയും പാടെ കൂട്ടിയിട്ടാട്ടോ സാമ്പാർ വയ്ക്കുന്നത്. സാമ്പാർ വയ്ക്കുക, കഷ്ണങ്ങൾ കളയുക. മുരിങ്ങക്കായാണ് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ്, അപ്പോൾ അത് കഴിക്കും. ഒരു 5-6 ഞാൻ കുക്കറിൽ പരിപ്പ് അടുപ്പത്ത് വെച്ചുട്ടാ. ഒരു 3-4 വിസിലും കൂടി അടിക്കട്ടെ. ഈ കഴിച്ചടി സൂര്യ. ഞാൻ വെള്ളച്ചോറുള്ളത് ഞാൻ വെള്ളച്ചോറ് കഴിച്ചു, ചൂട് ചോറ് കഴിച്ചോട്ടോ. സുഗനിക്ക് വെള്ളച്ചോറിനോട് അധികം താല്പര്യമില്ല കേട്ടോ. സുഗനിക്ക് ചൂട് ചോറ്. എനിക്ക് മോരുണ്ടെങ്കിലേ, ഇപ്പം മോരുള്ളപ്പോൾ വെള്ളച്ചോറ് കഴിക്കുന്നേ നല്ലത്. ഇന്ന് റേഷൻ കടയ്ക്ക് പോകണം. റേഷൻ കടയിൽ എന്തൊക്കെ ഉണ്ടാണാവോ. അരി വാങ്ങിക്കൊണ്ടുവരണം. ആ ഗ്യാസൊന്ന് നിർത്തുമോ? പരിപ്പ് വന്നിട്ടുണ്ടാവും. ചന്തയിൽ നിന്ന് ഇഷ്ടം പോലെ പുതിനയില കൊണ്ട് നോക്കണം. എന്താ ഈ പുതിനയിലയൊക്കെ വെച്ചിട്ട് ചെയ്യുക? ചമ്മന്തി അരയ്ക്കുക. വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാ അത്രയും. ഈ മുരിങ്ങക്കായ നമുക്ക് നാളേക്ക് കിട്ടോ. ഒരു സമയത്ത് മുരിങ്ങക്കായക്കൊക്കെ എന്തോ ഒരു വിലയായിരുന്നു. അപ്പം എങ്ങനെ നമ്മൾ മുരിങ്ങക്കായ ഇട്ടിട്ട് സാമ്പാർ വെച്ചാലും ഇല്ലേ, ആ മുരിങ്ങക്കായയുടെ മണേ ഉണ്ടാവില്ല. ഒക്കെ ഈ വിഷമായി അടിച്ചിട്ട് ഉണ്ടാക്കണതല്ലേ. ഇപ്പോൾ അനിയൻ ചോദിക്കും, മുരിങ്ങക്കായം കൊണ്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ എന്തപ്പോൾ ഈ സാമ്പാറിന് മുരിങ്ങക്കായയുടെ മണമില്ലാത്തതെന്ന്. ആദ്യമൊക്കെ നല്ലൊരു മണമായിരുന്നു അല്ലേ. സുഗന്യ ഒറ്റയ്ക്കേ ഉള്ളൂ. ഉള്ളിയും തക്കാളിയും വാട്ടിയതുണ്ട്, പക്ഷെ എന്നാലും കറി വെച്ച് പോയി കഴിഞ്ഞാലേ ആ പണി കഴിയില്ലേ. ഞങ്ങൾ പുഞ്ചപ്പാടം. അപ്പം ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ സാധനം വാങ്ങാൻ പോവാന്ന്, മറന്നോ? പുഞ്ചപ്പാടം പോവുകയാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവളത് മറന്നൊക്കെ നോക്കിയത്. ആ സാധനം പിടിക്കാൻ
അല്ലെങ്കിൽ വേറെ ഓട്ടോ വിളിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മുടെ ബൈക്കിന് പോയാലേ കുഴപ്പമില്ലല്ലോ. ഇനി വണ്ടി ടെസ്റ്റിനും കൂടി നിർത്തണം കേട്ടോ. അതും കൂടി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സെറ്റായി. ഇപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ ടയർ കൊണ്ടുപോയിട്ട് ടയറിൻ്റെ പണി ചെയ്തു. ഓരോന്ന് ഇനി നമ്പർ അടിക്കണം, അത് കല്ലടിക്കോട് കൊടുക്കണം പറഞ്ഞിട്ട് നമ്പർ പേര് ചോദിക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് ടെസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ വണ്ടി ഇട്ടാലും ഇല്ലേ, നമ്മുടെ ഇവിടെ അങ്ങനെ വഴി സൗകര്യമല്ല, വണ്ടികൾ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ വിളിക്കും കേട്ടോ, ഓട്ടം വിളിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഏട്ടന് സുഖമായി. നമുക്കല്ലേ ഉള്ളിയും തക്കാളി ഇഷ്ടം. തേങ്ങ അല്ലാത്ത സാമ്പാറാണ് കേട്ടൊന്ന്. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ കഴിഞ്ഞേക്കണം, ഇനി വാങ്ങിയിട്ട് വേണം. അപ്പോൾ വേഗം സാമ്പാർ വയ്ക്കണം, പണിയോണ്ട് കഴിയും അല്ലേ. ഞാൻ എന്താ ചെയ്യുക, എൻ്റെ അനിയൻ എന്നെ ഓടിക്കും കേട്ടോ. കാരണം തേങ്ങ അരക്കാതെ പറഞ്ഞുകൂടായിരുന്നില്ലേ ചോദിക്കും ഏട്ടനും അനിയനും. ഏട്ടൻ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാ, അനിയനെയാണ് തീരെ പറ്റാത്തത്. പൊന്നാരിന്നാ എന്നാ കോഴീനെന്നാ ബാ കോഴീനെ തരാ, ബാ കോഴി എന്ത് കോഴി ബാ. ഒറ്റയ്ക്കോ പെണ്ണെ? അപ്പക്കും കിച്ചു വരേ, അമ്മുട്ടി വരില്ല, കിച്ചുട്ടൻ വരും. പിന്നെന്താ പേടിക്കണ്? പണിയൊക്കെ ഒരുങ്ങിയില്ലേ? ഇനി അതിനെ പണിയൊക്കെ ഒരുങ്ങിയില്ലേ? ഇനി കുട്ടീനെ നോക്കിയിരുന്നാ മതിയില്ലേ കേട്ടോ. പോവാതിരുന്ന് കഴിഞ്ഞല്ലേ അത് ടെസ്റ്റ് വഴികിയാൽ നമുക്ക് ഓരോടത്തേക്കും പോകാൻ പറ്റില്ല. സ്കൂള് പൂട്ടിയിട്ട് നമുക്ക് ലുലുമോളിക്ക് പോകണ്ടേ? അല്ലേ? ഇന്നലെ ഒരു രസം ഉണ്ടായിട്ടാ. കാഞ്ഞിരത്തില്ലേ, കാഞ്ഞിരത്ത് ഷാപ്പിൽ ഭക്ഷണം ഉണ്ടാക്കില്ലേ, ഷാപ്പിൽ ഭക്ഷണം ഉണ്ടാക്കണ അനൂപ് വീട്ടിലത്തെ എൻ്റെ 2 ഏട്ടന്മാരെയും കാണാൻ പോയി. 2 ഏട്ടന്മാരെ കണ്ട് അവരെടുന്ന് സെൽഫിയൊക്കെ എടുത്ത് വൈകുന്നേരം രാത്രി 9:45 വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ചിട്ടോ. ഇനി കാഞ്ഞിരത്ത് പോകുമ്പോൾ ഷാപ്പിക്ക് വരണം കേട്ടോ ചേച്ചി, അവിടെ വന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞു. പോണ്ടേ? ദാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയും എന്താ ഏട്ടാ ഷാപ്പത്തെ ബീഫ് വാങ്ങിയിട്ട് വരുമോ ഏട്ടാ. ഏത് സമയം അനിയേട്ട തൊട്ട് പറയും നിങ്ങളെ 2 എണ്ണത്തിനെയും കൊണ്ട് മടുത്തു ഞാൻ പറയും. ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്, നമ്മൾ കഴിക്കാത്ത കൊണ്ടാണ്. പോണ്ടേ നമുക്ക് ഒരു ദിവസം? ഞങ്ങൾ ആദ്യമൊക്കെ ഈ വെറും കപ്പയും ബീഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് മുട്ട ഉണ്ടാവും. ബീഫ് കറി കഴിയണ സമയത്തായിരിക്കും ചിലപ്പോൾ മീൻ കിട്ടിയ മീൻ കറി വെക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ പലതരം ഭക്ഷണമല്ലേ. അവ പറയുന്നു ചേച്ചി അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമല്ലോ, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനേന്നൊക്കെ പറഞ്ഞു. നിന്നെ ചോദിച്ചു അപ്പേക്ക് കടന്നു സുകന്യ ചേച്ചിയുടെ അടുത്തൊന്ന് വർത്താനം പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏട്ടൻ്റെ അടുത്ത് കടയിൽ ചെന്ന് വലിയേട്ടൻ്റെ അടുത്തും ചെറിയേട്ടൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ചു. നമ്പർ കിട്ടുക, എപ്പോഴാണ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞിട്ട് കുറേ അവിടെ അടുത്താണ് വെച്ചാൽ മൂപ്പരാൾ കണ്ടിട്ടില്ലാന്ന്. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം. ചെറിയേട്ടനൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കണമല്ലേ, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണുമ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നാണം കെട്ടിട്ട് ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഞാൻ എന്നിട്ട് പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചോന്ന്. ഒരു തേങ്ങ തെരഞ്ഞിട്ട് വെള്ളം വറ്റിയ തേങ്ങ ഇട്ടിട്ടോ. പിന്നെ മിക്സിയിലൊന്നിട്ട് അടിച്ചാലേ പൊടിഞ്ഞ് കിട്ടില്ലേ, പിന്നെ അങ്ങോട്ട് വറുത്തിടാലോ. അപ്പോൾ തേങ്ങ ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് പോയി കഴിഞ്ഞാൽ വന്നിട്ടേ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനും പറ്റിയിട്ടില്ല. കാരണം തേങ്ങ എപ്പോഴും ഇവർക്കത് കൂട്ടി ശീലമായിട്ട് നല്ല ബുദ്ധിമുട്ടാണേ. അപ്പോൾ ഞാൻ പൊന്നൂനെ നമ്മുടെ പുതിയ വീടിൻ്റെ ഉമ്മറത്തുള്ള പറങ്കിമൂച്ചിയിൽ പറങ്കി മാങ്ങ പഴുത്തൊക്കെയുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ഇവർക്കിത് ഒന്ന് തെരച്ചിൽ പതിവാണേ. പാവം വിളിക്കുകയാണ് വായോ ഉണ്ട് പറഞ്ഞിട്ട് കനാലിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടേ. പൊന്നു വായോ, അത് വർത്താനം പറഞ്ഞിട്ട് വരുന്നേ. വാമ്മ കിട്ടിയില്ലമ്മേ
കിട്ടിയില്ലേ? ആരെ കൊണ്ടുപോവാന് കുട്ടീനെ? തലേക്കോ? തലേക്ക് വീണോ? അത് അങ്ങനത്തെ ഞേനേ കിട്ടിയുള്ളൂ കൂട്ടായി വെക്കാനേ. ഔ കുട്ടിക്ക് വേണോ? കുട്ടിക്ക് വേണോ? മധുരണ്ടോ? അമ്മ വെട്ടിത്തരാ ബാ. ഞേഞ്ഞ ഇഷ്ടായി? ചാത്തപ്പന് കൊടുത്താലോ? ചാത്തപ്പന് വേണ്ട 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 വേണ്ട. അയ്യോ എന്ത് സാധനം കിട്ടിയാലും ഇപ്പം അവന് കൊടുക്കല. മതി. എന്നെ വേണോ? കുട്ടിക്ക് തേങ്ങ വേണോ? തേങ്ങ വേണ്ടേ? പിന്നെന്താ വേണ്ട? മുട്ടായി വേണോ? പൊന്നു പൊന്നാരി കടിക്കാൻ എൻ്റെ പല്ല് വേണം തോന്നുന്നു അവന്. പറയ് കൂട്ടം കൂട്. കൂട്ടം കൂട്. നമുക്ക് അങ്കലവാടിക്ക് പോവാ. അങ്കലവാടിക്ക് പോവാ. ഇല്ലേ അവിടെ? നമ്മുടെ ഇവിടെ അങ്കലവാടിയിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. മോളിക്ക് എടുക്കുന്നുണ്ട്. അതാണ് അവൻ പറയുന്നത്. അവൻ്റെ ഭാഷ ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ മാത്രം. പൊന്നാരി പാപ്പ കിട്ടിയോ? എന്ത് പാപ്പയെ കിട്ടി? ഞേന കിട്ടിയോ? അച്ഛ എവിടേക്കാ പോയി? അത് പീപ്പി. അച്ഛ എവിടേക്കാ പോയി? ദീ പോയോ? അമ്മു ചേച്ചിയോ? അമ്മു ചേച്ചി അവിടെ ഉണ്ടോ? അമ്മു ചേച്ചീനെ പോയി വിളിച്ചാ? അമ്മു ചേച്ചി പോയി വിളിച്ചാ? പോയി വിളിച്ചാ അമ്മു ചേച്ചീനെ? സെസിയെ വിളിച്ചാ? വിളിക്കേ. എന്ത് വണ്ടിയോ? ചൂടുണ്ടോ പൊന്നൂന്? ഉണ്ടോ? അമ്മ എവിടെ? പൊന്നൂന്റെ അമ്മ എവിടെ? എവിടെ? പൊന്നൂന് കുറേ അമ്മമ്മമാരും അമ്മായിമാരൊക്കെ പൊന്നൂസിനെ ചോദിക്കുന്നുണ്ട്. ഹായ് പറയ്. ഹായ് പറയ് പൊന്ന. ഹായ് പറയ്. അങ്ങനെ പറയ്. ഹായ് പറയ്. മുട്ടായി വേണോ? എന്നാ ഹായ് പറയ്. പൊന്നൂന് നോക്ക്. പൊന്നൂന് എന്ത് മുട്ടായി ഇഷ്ടം? അമ്മു ചേച്ചീനെ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? അച്ഛ ചേച്ചീനെ ഇഷ്ടമുണ്ടോ? കിച്ചോട്ടനെ ഇഷ്ടമുണ്ടോ? കുഞ്ഞേട്ടനെ ഇഷ്ടമുണ്ടോ? കുഞ്ഞുണ്ണിയേട്ടനെ ഇഷ്ടമുണ്ടോ? ഇല്ല. എന്താ കുഞ്ഞുണ്ണീനെ ഇഷ്ടമില്ലാത്ത? ഇല്ലേ? പാവല്ലേ അവൻ? പാവല്ലേ കുഞ്ഞുണ്ണി? കുഞ്ഞുണ്ണി പാവല്ലേ? ചെറിയ കുഞ്ഞേട്ടൻ പാവല്ലേ? കുഞ്ഞുണ്ണീനെ കണ്ട എന്താ കിട്ടുന്നത് പറഞ്ഞാൽ അതും കൊണ്ട് കൊടുക്കും അടി. എന്താണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്നറിയില്ല. കണ്ടാ കൊടുക്കും അടി. അവനാണെങ്കിലോ ഒന്നും കാട്ടില്ല കേട്ടോ. ഇരുന്ന് കറിയേ ചെയ്യുള്ളൂ അല്ലേ സൂന്യെ? ഇരുന്ന് കറിയത്. അതിന് കരയാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ. എന്നിട്ട് ഓടി വന്നിട്ട് അമ്മ എന്നെ തല്ലി പറയും. ഇവൻ ചെണ്ടക്കോലും കൊണ്ടൊക്കെയാണ് പോണതേ അല്ലേ? നാളെ ഇവിടെ നിൽക്കുകയാണ്. വലിയ മുണ്ടൻ കല്ലെടുത്ത് ഒറ്റ ഏറ്. ഇതാരാ? ഉമ്മേ? അത് ഉമ്മ. ഇതാരാ? ഇത് അമ്മ. അത് ഉമ്മയാണ് കേട്ടോ. എവിടെ പൊന്ന? എവിടെ അമ്മ? എവിടെ അമ്മ? തുപ്പ്. മയക്കം കണ്ടിട്ട് മയക്കട്ട് മയക്കട്ട് എടുക്കട്ടെ? അമ്മ എടുക്കട്ടെ? വാ ഇവിടെ വന്നിരിക്കും. വർത്താനം പറയ്. ചീച്ചിയോ? ഇല്ലമ്മേ. കണ്ടു. ചാത്തപ്പൻ കണ്ടോ? കുട്ടി വർത്താനം പറയുമ്പോ ചാത്തപ്പൻ കൂവണ്. മുണ്ടാതിരിക്കാൻ പറ ചാത്തപ്പൻ്റെ അടുത്ത്. കിട്ടും പറ. നിന്റെ അതന്നെ എന്താ ചെയ്യല്ലേ? അത് കോഴി. അത് അത് നമ്മുടെ കോഴി. അതെന്താ എടുക്കണെന്നോ? അവിടെ വെച്ച പഴം. നിനക്ക് പഴം വേണ്ടല്ലോ. ഇവിടെ ചാത്തപ്പാ വായോ. കുട്ടീനെയും കൊഞ്ചിപ്പിക്ക വായോ. എന്താ ചിരി? നാണം വന്നിട്ട് വെയ്യ. എൻ്റെ അമ്മീ. അയ്യോ പൊന്നൂസ് നാണം കെട്ടു. ചേ
ഒളിച്ച് കാണിച്ചു കൊടുത്താ, ഒളിച്ച് എങ്ങോട്ട് നിന്ന് കാണിച്ചു കൊടുത്താ, ഒളിച്ചേ പൊന്നൂസ് കണ്ടേ, ഒളിച്ചേ. സുകന്യേ, ഇവിടെ ഒരു പൊന്നു ഉണ്ടായിരുന്നില്ലേ? അതാ ആ പൊന്നൂനെ കാണാനില്ലല്ലോ. എവിടേക്കാ പോയി? സുകന്യേ, ആ കുട്ടീനെ കണ്ടയ്യേ? അതാ കാക്ക ഉണ്ടയ്യ തോന്നണു. അയ്യോ, ഇനി എന്താ ചെയ്യാ? കാക്കേ, കുട്ടീനെ കൊണ്ടുപോട്ടോ, പൊന്നൂസിനെ കൊണ്ടുപോട്ടോ കാക്കേ. ഞങ്ങളുടെ പൊന്നാരിയാണ്, പൊന്നാരി അല്ലേ? ഓ എവിടേക്കാ ഇനി വരണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരുതി കൊട്ടു. ഞാൻ ചെരുപ്പ് എടുത്തിട്ട് വരട്ടെ? ചെരുപ്പ്, എന്റെ ചെരുപ്പ് എടുത്തിട്ട് വരട്ടെ? ഓ, ചെരുപ്പ് എടുത്തിട്ട് വരാൻ പോണ്. അമ്മയുടെ ചെരുപ്പ് എവിടെ? ഞാൻ ഒന്ന് എടുത്തിട്ട് വാ. അപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നേരം വഴിക്കാലേ ഇക്കങ്ങോട്ട് പോണ്ടേ. വാ, അത് ആ ഉള്ളിക്ക് വെക്കൂ സു. വാ. നിനക്ക് ചെരുപ്പൊന്നും പിന്നെ വേണ്ടല്ലോ അല്ലേ? കാല് പൊള്ളൊന്നുമില്ലല്ലോ അല്ലേ? എവിടെ? ഇവിടെ ഇല്ലമ്മ. എവിടെ എവിടെ? അതാതോ? എങ്ങനെയാടാ കിട്ടുക? ആ, എൻ്റെ ഇതാ ഇതാ തോന്നു നമ്മ. എൻ്റെ കുട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ട്. പൊന്നാരി എവിടെ? അത് കിട്ടില്ലമ്മ. ആ പഴം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ നിനക്ക് കല്ലെടുത്ത് എറിയാൻ പറ്റുമോ നോക്കട്ടെ? ഒരു പണി ചെയ്യാൻ അയക്കണ്ട. വാമേ വാമേ വിളിച്ചാൽ മതി കേട്ടോ. എന്തായാലും കിട്ടണ്ടേ ഇത്? എവിടെ മാ? വാമേ വന്നു അമ്മേ. ഇതോ നിക്ക് മുത്തേ, നോക്കട്ടെ, അമ്മ എടുക്കട്ടെ. പോരെ? പോവാ? വീട്ടിക്ക് പോവാ? ആ, അതിലുണ്ട്. വാ, നീ വീട്ടിക്ക് പോവമ്മേ. വാ. നമ്മുടെ ഇവിടെ മണ്ണൊക്കെ ഉണ്ട് ഒതുങ്ങിയിട്ടാ. നല്ല പോലെ കണ്ടില്ലേ? നല്ല പോലെ മണ്ണൊക്കെ ഒതുങ്ങിപ്പോയി. പൊന്നൂന് തന്നെ കേട്ടോ പണി. ഒരു പണി കഴിയുമ്പോഴേക്കും വരിക, അവന് പറങ്കേണ്ടി വെറുക്കുക. എവിടെ പോവാ? എവിടെ അമ്മേ? ഇല്ല, ബാമേ ബാമേ. അപ്പോഴേ നമ്മൾ കറി വയ്ക്കലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ പോവുകയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഞങ്ങളുടെ റൂമിലത്തെ ഫാന് കേട് വന്നു. കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഫാന് നേരെ വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എവിടേക്കേട്ടാ പോകണം പറഞ്ഞു? പിന്നെ ഒറ്റപ്പാലം. ഒറ്റപ്പാലല്ലേ? പുഞ്ചപ്പാടം. അതെവിടെ? അത് കടപ്പുറത്തിൻ്റെ അപ്പുറം. അപ്പോൾ ഞങ്ങൾ പുഞ്ചപ്പാടം പോകണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ ദിവസമായി
കണ്ണെഴുതാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇന്നലെ കിച്ചൂട്ടൻ വന്നപ്പോൾ ഇങ്ങനെ വൈകുന്നേരത്ത് വന്നു, അമ്മ എന്താ കണ്ണെഴുതാത്തതെന്ന്. ഞാനൊന്ന് കണ്ണെഴുതി നോക്കിയതാണ് കേട്ടോ. കുറച്ച് എവിടേക്കെങ്കിലും പോകുമ്പോഴല്ലേ എന്ന് എഴുതുള്ളൂ. അവന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണെഴുതുന്നത്. അതേപോലെ തന്നെ അവന് ഇങ്ങനെ ചുരിദാറൊക്കെ ഇടുമ്പല്ലേ, നല്ല കളറുള്ള ചുരിദാറൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയുകയാണ് കേട്ടാ കിച്ചൂട്ടനെ, അമ്മ തടി കുറയ്ക്കുമ്പോഴേ ഉയരം തോന്നുള്ളൂ കേട്ടോന്ന്. ഇതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.